ഹലോ ഓൾ, ക്ലോക്ക് ഇലക്ട്രോണിക്സിൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ക്വാളിഫിക്കേഷനും അതിൻ്റെ സ്കെയിൽ ഓഫ് പേയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു എന്നുള്ള ഇൻഫോർമേഷനൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരുന്നത് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഈ ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു കൊറോണ പ്രോബ്ലംസ് കാരണം അത് പോസ്റ്റ്പോൺ ചെയ്തേക്കുവാണ്. സോ നമുക്ക് അധികം ലേറ്റ് ആവാണ്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ അതിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. 1 ഇയർ നമുക്ക് മിനിമം ലഭിക്കുമെന്നാണ് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ എക്സാംസ് നടന്ന ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിൻ്റെ സിലബസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു അനാലിസിസും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സിലബസ് ഒരു ഒഫീഷ്യൽ സിലബസ് അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു എന്നതിനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സിലബസാണ് ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിത് പഠിക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. അതായത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സിലബസ് വന്നില്ല എന്ന് വെച്ചിട്ട് നമുക്കത് പഠിക്കാണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് വാസ്റ്റ് തന്നെയാണ്, പക്ഷേ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കണ്ട. ഞാനിതിനകത്ത് കാണിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന്. സോ ആ ഒരു പോർഷനിൽ നിന്നുള്ള സിലബസ് എടുത്ത് നമ്മൾ അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം നമുക്കൊരു 1 ഇയർ ടൈം കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസാണിത്. ഒഫീഷ്യൽ സിലബസ് ഒക്കെ വരുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ആവുന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് മെഷീൻസ് എന്ന് പറയുന്ന പോർഷൻസ് നിന്ന് 34 മാർക്കിന്, അതായത് 100 മാർക്സിൽ 34 മാർക്സും മെഷീൻസ് എന്ന് പറയുന്ന പോർഷൻ നിന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ നെറ്റ്വർക്ക് തിയറിയിൽ നിന്ന് 6 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ദെൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന പോർഷനിൽ നിന്ന് 2 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കൺട്രോൾ സിസ്റ്റംസിൽ നിന്ന് 18 ക്വസ്റ്റ്യൻസും പവർ ഇലക്ട്രോണിക്സ് എന്ന പോർഷനിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസും പവർ സിസ്റ്റം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിന് 19 ക്വസ്റ്റ്യൻസുമാണ് വന്നിട്ടുള്ളത്. ബേസിക് ഇലക്ട്രിക്കലിൽ നിന്ന് 1 ക്വസ്റ്റ്യനേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യനാണ്. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. ഇല്ലൂമിനേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ ബിടെക്കിൽ പഠിക്കുന്ന ടൈമിൽ വരുന്ന ക്വസ്റ്റ്യൻ, ആ ഒരു പോർഷനിൽ വരുന്ന ഇല്ലൂമിനേഷൻ എന്നൊരു 4 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ എന്താ പറയുക, നമ്മളിത് ആവശ്യമില്ല എന്ന് വിചാരിച്ച് കളയുന്ന കുറച്ച് പോർഷൻസ് നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, 6 മാർക്കിന്. അതുപോലെ അനലോഗ് ഇലക്ട്രോണിക്സിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള അനാലിസിസ് ആണ്. സോ നമുക്ക് ഇതൊന്ന് കാണുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സിലബസ് വാസ്റ്റ് ആണ്, ഞാൻ ആദ്യമേ പറയാം, വാസ്റ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടത്, ആ സിലബസ് നോക്കുക. ഇതിൽ നോക്കുക, മെഷീൻസ് എന്ന് പറയുന്ന പോർഷൻസ് നിന്നാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ മെഷീൻ ആദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ കൺട്രോൾ സിസ്റ്റംസ്, അത് ഏകദേശം 18 മാർക്കോളം. അതും നമ്മുടെ ഒരു സാധാരണ എന്താ പറയുക, KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പഠിക്കേണ്ട രീതികൾ എങ്ങനെയാണ്, KSEB Aയുടെ കേസ്, അതിൻ്റെ പ്രീവിയസ് ഇയർ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റാണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ള വിവരവും അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ, ആ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ നമുക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യാം. പക്ഷേ കുറച്ചുകൂടി, അതായത് ഒരു ഗേറ്റ് ലെവലിൽ തന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് ഇത് നേടാൻ പറ്റുള്ളൂ. സോ അതിന് നമുക്ക് 1 ഇയർ മസ്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. 1 ഇയർ കുറവാണെന്ന് തന്നെ പറയണം. കാരണം അത്രയും നന്നായിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്സ് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് ഒരു 50% ഡിഫിക്കൽറ്റിയാണ്. ബാക്കിയൊക്കെ കുറച്ച് ഈസി മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം മീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ആ ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ സിലബസിലേക്ക് നമുക്ക് ഒന്ന് സിലബസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസിൽ തന്നെ ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സിൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ്, അതുപോലെ EMF ഇക്വേഷൻ, പിന്നെ ഐഡിയൽ ട്രാൻസ്ഫോമർ നോ ലോഡിലുള്ളത്, ഓൺ ലോഡിലുള്ളത്, പിന്നെ ഇംപെഡൻസ് ട്രാൻസ്ഫർ, ഇക്വാലന്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമർ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ,
short circuit test on transformer, rating of transformer, transformer losses and efficiency, transformer efficiency, condition for maximum efficiency, voltage regulation, calculation of voltage regulation at a lagging power factor, voltage regulating at a leading power factor, auto transformers, three-phase transformer connections. So ഇത്രയും പോർഷൻസ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ കവർ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ പ്രോബ്ലമാറ്റിക് പോർഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എന്താ പറയുക തിയറിയും നന്നായിട്ട് നമ്മളത് മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസും ഒത്തിരി വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ദെൻ ഇൻഡക്ഷൻ മെഷീനാണ് വരുന്നത്. ഇൻഡക്ഷൻ മെഷീനിൽ എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും റൊട്ടേറ്റിംഗ് RMFനെ പറ്റിയും സ്ലിപ്പിനെ പറ്റിയും റോട്ടോർ കറണ്ടിനെ പറ്റിയും ഇക്വാലൻ്റ് സർക്യൂട്ട്, അതിൻ്റെ ഇക്വാലൻ്റ് സർക്യൂട്ടിനെ പറ്റി അറിയാമല്ലോ. ട്രാൻസ്ഫോമറിൻ്റെ ഇക്വാലൻ്റ് സർക്യൂട്ട് പോലെ തന്നെയാണ് ഇൻഡക്ഷൻ മെഷീൻ്റെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇക്വലൻ്റ് സർക്യൂട്ടിനെ പറ്റിയുള്ള ഐഡിയാസും പിന്നെ റോട്ടർ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്, പവർ സ്റ്റേജസ് ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടോർ, സ്റ്റാർട്ടിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ, മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിംഗ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റെബിലിറ്റി, ഇങ്ങനെ ഒത്തിരി ആ ഒരു പോർഷൻസും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കാം. ദെൻ വരുന്നത് അതിൽ തന്നെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പവർ ഇക്വേഷൻസും കവർ ചെയ്യണം. ദെൻ DC മെഷീൻസ് ഉണ്ട്. DC മെഷീൻസിനകത്ത് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്, ആക്ഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ, DC മെഷീൻസ് ജനറൽ പോയിന്റ്സ്, commutation, EMF generated in armature, torque, types of generator, separately excited DC generator, shunt wound DC generator, series wound DC generator, compound wound DC generator. അതുപോലെ തന്നെ DC ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, OCC, അതിൻ്റെ ആ പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡും വെച്ചാൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസിനെ അതിൻ്റെതായ രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. Then DC motors are of three type DC motors in the shunt wound, series wound, compound wound motors. DC motor characteristics, application of DC motor, comparison of three types of motor, speed control of DC motor, flex control method, armature control method. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റും ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് മറ്റൊരു ടെസ്റ്റും ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതായത് പ്രോബ്ലംസ് അതിൻ്റെ സൊല്യൂഷൻസ് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. സോ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഈസി ആയിരിക്കും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സിങ്ക്രണസ് മെഷീൻസ് ആണ് പറയുന്നത്. സിങ്ക്രണസ് മെഷീൻസിനകത്ത് സിങ്ക്രണസ് ജനറേറ്റർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ജനറേറ്റഡ് വോൾട്ടേജ് റെഗുലേഷൻ എന്താണ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ടല്ലോ. സിങ്ക്രണസ് ഇംപിഡൻസ് മെത്തേഡ്, പവർ ഔട്ട്പുട്ട് ഇൻ എ സിലിണ്ടറിക്കൽ റോട്ടോർ, വി കർവ് ഫോർ ആൻ ഓൾട്ടർനേറ്റർ. വി കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ എഫക്റ്റ് ഓഫ് സാലിയൻ്റ് പോൾസ്, ടു റിയാക്റ്റൻസ് കോൺസെപ്റ്റ്, സിങ്ക്രണസ് മോട്ടോഴ്സ്, മേക്കിംഗ് സിങ്ക്രണസ് മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ്, ഇക്വാലൻ്റ് സർക്യൂട്ട്, മോട്ടോർ ഓൺ ലോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും സിങ്ക്രണസ് മെഷീൻസിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പവറിൽ അത്രയും ഒരു പോർഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും കഴിഞ്ഞപ്പോൾ സിങ്ക്രണസ് മെഷീൻസിൻ്റെ ആ ഒരു ടോപ്പിക്ക് വരെ കവർ ചെയ്യുന്ന ടൈമിൽ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ആവുകയാണ്. സോ അപ്പോൾ നമ്മൾ ഈ മെഷീൻസ് എന്ന് പറയുന്നത് എന്താണെങ്കിലും മെഷീൻസ് എന്ന് പറയുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസും മെഷീനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയും ഒരു സിലബസ് നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്യാം. ഇത്രയും അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഓരോ ടോപ്പിക്ക് വൈസ് തന്നെ ഇതൊരു നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ വേണ്ടി ഷെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ഒഫീഷ്യൽ സിലബസ് അല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ വരുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. പവർ ഇലക്ട്രോണിക്സിനകത്ത് പവർ സെമി കണ്ടക്ടർ ഡിവൈസസ്, അതിൽ PN ജംഗ്ഷനെ പറ്റിയും പവർ ഡയോഡുകളെ പറ്റിയും പവർ ട്രാൻസിസ്റ്ററുകളെ പറ്റിയും പിന്നെ BJT ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്, പവർ മോസ്ഫെറ്റ്, ഇൻസുലേറ്റഡ് ഗേറ്റ്, ബൈപോളർ ട്രാൻസിസ്റ്റർ IGBT, മോസ് കൺട്രോൾഡ് തൈറിസ്റ്റർ MCTനെ പറ്റിയും ദെൻ തൈറിസ്റ്റേഴ്സ്, സ്റ്റാറ്റിക് കറണ്ടിൻ്റെ വോൾട്ടേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ തൈറിസ്റ്റർ ടേൺ ഓൺ മെത്തേഡ്, തൈറിസ്റ്റർ പ്രൊട്ടക്ഷൻ, ഫയറിംഗ് സർക്യൂട്ട് ഫോർ തൈറിസ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ BTechന് പഠിക്കുന്ന പോർഷൻസ് തന്നെയാണ്. ദെൻ ഡയോഡ് സർക്യൂട്ട്സ് ആൻഡ് ബേസിക് കോൺസെപ്റ്റ്. ഡയോഡ് സർക്യൂട്ട് വിത്ത് DC സോഴ്സിനകത്ത് റെസിസ്റ്റീവ് ലോഡ് വരുന്നുണ്ട്, RC ലോഡ് വരുമ്പോൾ വ്യത്യാസം, RL ലോഡ്, LC ലോഡ്, RLC ലോഡ്. ദെൻ സിംഗിൾ ഫേസ് ഹാഫ് വേവ് റെക്ടിഫയർ, പെർഫോമൻസ് പാരാമീറ്റേഴ്സ്, ഇൻപുട്ട് പെർഫോമൻസ് പാരാമീറ്റേഴ്സ്, ഔട്ട്പുട്ട് പെർഫോമൻസ് പാരാമീറ്റേഴ്സ്. ദെൻ വരുന്നത് ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. ഫേസ് കൺട്രോൾ റെക്ടിഫയേഴ്സിനകത്ത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾഡ് റെക്ടിഫയർ R ലോഡ്, ദെൻ സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾഡ് വിത്ത് RL ലോഡ്, സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RL ലോഡ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡ്, സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RLE ലോഡ്, ഫുൾ വേവ് കൺട്രോൾഡ് കൺവേർട്ടർ.
Then വരുന്ന സിംഗിൾ ഫേസ് ഫുൾ വേവ് മിഡ് പോയിന്റ് കൺവേർട്ടർ, സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് കൺവേർട്ടേഴ്സ്, 3 ഫേസ് തൈറിസ്റ്റർ കൺവേർട്ടേഴ്സ്, 3 ഫേസ് ഹാഫ് വേവ് കൺട്രോൾഡ് കൺവേർട്ടേഴ്സ്. ദെൻ ചോപ്പർ എന്ന് പറയുന്ന പോർഷനകത്ത് വരുന്നത് കൺട്രോൾ സ്ട്രാറ്റജീസ്, ടൈം റേഷ്യോ കൺട്രോൾ, കറണ്ട് ലിമിറ്റ് കൺട്രോൾ, ബക്ക് കൺവേർട്ടേഴ്സ്, ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്, ടൈപ്സ് ഓഫ് ചോപ്പർ സർക്യൂട്ട്, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഉണ്ട്, സെക്കൻഡ് ക്വാഡ്രൻ്റ് ഉണ്ട്, 2 ക്വാഡ്രൻ്റ്, ആ ഒരു ടൈപ്പൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ 2 ക്വാഡ്രൻ്റ്, ടൈപ്പ് ബി, 4 ക്വാഡ്രൻ്റ് ചോപ്പർ ഓർ ടൈപ്പ് ഇ ചോപ്പറൊക്കെ നമ്മൾ ആ ചോപ്പർ എന്ന് പറയുന്ന പോർഷനകത്ത് കവർ ചെയ്യണം. ഏതൊരു പോർഷനിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല. സോ ഈ 1 ഇയർ നിങ്ങളത് മാക്സിമം ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സിലബസ് വരുന്ന ടൈമിൽ ഞാൻ അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതും ഇതുമായിട്ടുള്ള ഡിഫറൻസ് ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് ദെൻ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തനിയെ പഠിക്കുന്നവർക്ക് ആ രീതിയിൽ ഫോളോ ചെയ്യാം. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന ഒരു പോർഷൻ ഇത്രയും വൈഡ് തന്നെയാണ് സിലബസ് എന്നുള്ള കാര്യം ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും. Then inverters, single phase voltage source inverter, Fourier analysis of single phase inverter output voltage, 3 phase bridge inverters, 3 phase 180 degree mode VSI, 3 phase 120 degree mode VSI, single pulse modulation, multi pulse modulation, sinusoidal pulse modulation, SPWM. ഇതൊക്കെ ഈ ടൈമൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ച് ഈ ടൈമൊക്കെ ഫെമിലിയർ ആയിരിക്കണം. ദെൻ തൈറിസ്റ്റർ കമ്മ്യൂട്ടേഷൻ, അതിൻ്റെ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ, ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ, ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ, ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ, ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ, ക്ലാസ് എഫ് കമ്മ്യൂട്ടേഷൻ. നിങ്ങൾ ഈ സിലബസ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു വാസ്റ്റ് സിലബസ് ആണ്. ഈ സിലബസ് ഫുള്ള് വരത്തൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. KCB എയുടേതും അതുപോലെ തന്നെ സബ് എഞ്ചിനീയറതും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, അതായത് ഡിഗ്രി ലെവൽ ഇലക്ട്രിക്കലിൽ വന്നിട്ടുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിപ്പോൾ PSC തന്നെ വേണമെന്നില്ല, നമുക്ക് SSCയുടെ ക്വസ്റ്റ്യൻസ്, PSCയുടെ സോഴ്സ് കുറവായതുകൊണ്ട് തന്നെ SSCയുടെ ക്വസ്റ്റ്യൻസും കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ടോപ്പിക്ക് ഫുള്ളും നമുക്ക് കവർ ചെയ്യാം. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ പവർ സിസ്റ്റമാണ്. പവർ സിസ്റ്റത്തിൽ നിന്ന് പവർ പ്ലാന്റ് ആൻഡ് ലോഡ് അനാലിസിസ്, സ്ട്രീം പവർ സ്റ്റേഷൻ, ഹൈഡ്രോ പവർ സ്റ്റേഷൻ, സർജ് ടാങ്ക്, വാട്ടർ ടർബൈൻസ്, ഡീസൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ്, ഗ്രിഡ് സിസ്റ്റം, വേരിയബിൾ ലോഡ് ഓൺ പവർ സ്റ്റേഷൻ, ലോഡ് കർവ്സ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഫാക്ടേഴ്സ്. ദെൻ ഫോൾട്ട് അനാലിസിസ് വരുന്നുണ്ട്, പവർ സിസ്റ്റം ഫോൾട്ട് അനാലിസിസ്, ഇക്വാലൻറ്റ് സർക്യൂട്ട്, സിംഗിൾ ഫേസ് ആൻഡ് ഇക്വാലൻറ്റ് സിംഗിൾ ഫേസ് സർക്യൂട്ട്സ്, സിംഗിൾ ഫേസ് സർക്യൂട്ട്, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ അത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പെർ യൂണിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ദെൻ കാൽക്കുലേഷൻ ഓഫ് സിംഗിൾ ഫേസ് സിസ്റ്റംസ്, കൺവേർഷൻസ് ഫ്രം വൺ ബേസ് ടു അനദർ, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് അക്രോസ് ട്രാൻസ്ഫോമേഴ്സ്, സിമെട്രിക്കൽ 3 phase fault analysis, fault level calculations, fault current in a synchronous machines, revision of symmetrical components analysis, definition of the operator alpha, analyzing of decomposition of phasors, decomposition of phasors into symmetrical components, then sequence impedances, അതും ഇമ്പോർട്ടൻ്റ് ആണ്. then power associated with the sequence components, asymmetrical 3 phase fault analysis, assumptions commonly made in 3 phase fault studies, basic voltage current network equations in a sequence components, then analysis of asymmetrical fault. then വരുന്നത് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ അത്രയും ഒരു പോർഷൻസ് നമുക്ക് ഒരു കണ്ടിന്യൂഷനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് നന്നായിട്ട് തന്നെ പഠിക്കുക. ദെൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് സൊല്യൂഷൻ, ലൈൻ ടു ലൈൻ ഫോൾട്ട്, ഈ ഫോൾട്ടുകൾ കണ്ടുപിടിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യാം. സോ അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ സിംഗിൾ ലൈൻ ഡയഗ്രംസ് ഓഫ് നെറ്റ്വർക്ക് കമ്പോണൻറ്റ്, സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ പവർ സിസ്റ്റം സ്റ്റെബിലിറ്റിയാണ്. അതിൽ പവർ ഫ്ലോ, ദ സ്വിംഗ് ഇക്വേഷൻ, ഇനേർഷ്യ കോൺസ്റ്റന്റ് ഓഫ് കോമൺ ബേസ്, ദെൻ ഡൈനാമിക്സ് ഓഫ് സിങ്ക്രണസ് മെഷീൻസ് റോട്ടോർ, ഈക്വൽ ഏരിയ ക്രൈറ്റീരിയൻ, ദെൻ പെർഫോമൻസ് ഓഫ് ലൈൻസ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ലൈൻസ്, ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, മീഡിയം ലെങ്ത് നോമിനൽ ടി മെത്തേഡ്, നോമിനൽ പൈ മെത്തേഡ്, ദെൻ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ, കോൺസ്റ്റൻസ് ഫോർ 2 നെറ്റ്വർക്ക് ഇൻ എ ടാൻഡം. സോ ഇത്രയും പോർഷൻസും പെർഫോമൻസ് ഓഫ് ലൈൻസിന് അണ്ടറിൽ വരുന്നതാണ്. ദെൻ എക്കണോമിക് ലോഡ് ഡിസ്പാച്ച്, അതിനകത്ത് സിസ്റ്റം കൺസ്ട്രെയിൻസ്, എക്കണോമിക് ഡിസ്പാച്ച്, നെഗ്ലക്റ്റിംഗ് ലോസസ്, ഒപ്റ്റിമൽ ലോഡ് ഡിസ്പാച്ച് ഇൻക്ലൂഡിംഗ് ട്രാൻസ്മിഷൻ ലോസസ്, ദെൻ ഓവർ ഹെഡ് ലൈൻ ഇൻസുലേറ്റേഴ്സ്, ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, പൊട്ടൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ എ സ്ട്രിംഗ് ഓഫ് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സ്, മെത്തേഡ്സ് ഓഫ് ഇക്വലൈസിംഗ് ദ പൊട്ടൻഷ്യൽ. ദെൻ ഇൻസുലേറ്റഡ് കേബിളിനകത്ത് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്സസ് ഇൻ സിംഗിൾ കോർ കേബിൾ,
grading of cables, capacitance of single cable, then transients in power systems. Transients എന്താണെന്നുള്ളതും traveling wave on a transmission line ഒക്കെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കുക. Then protective relays, function characteristics of a protective relay, operating principles of relays, torque production in an induction relay, overcurrent relays, direction overcurrent relays, the universal relay torque equation, distance protection. ഇത്രയും കേസ് പ്രൊട്ടക്റ്റീവ് റിലേസിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണത്. ദെൻ വരുന്ന ലോഡ് ഫ്ലോസ്, അതിൻ്റെ ബേസ് ക്ലാസിഫിക്കേഷൻ, നോഡൽ അഡ്മിറ്റൻസ് മെട്രിക്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ലോഡ് ഫ്ലോ ഇക്വേഷൻസ്, ഐറ്ററേറ്റീവ് മെത്തേഡ്സ്, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസൈൻ ഓഫ് ഓവർ ഹെഡ് ലൈൻസ്, ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 wire ലൈൻ, ഇൻഡക്റ്റൻസ് ഓഫ് എ 3 phase ഓവർ ഹെഡ് ലൈൻ, കോൺസെപ്റ്റ് ഓഫ് സെൽഫ് GMD ആൻഡ് മ്യൂച്വൽ GMD, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ, ദെൻ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 wire ലൈൻ, capacitance of 3 phase overhead line, then voltage control disadvantages due to under voltage or low voltage, disadvantage due to over voltage condition, synchronous generator, asynchronous generator or induction generator, transformer, transmission line, induction motor, synchronous motor, then inductor, capacitor, shunt inductor compensation, Ferranti effect, then series capacitor compensation, rating of series capacitor during short circuit, over voltage protection, synchronous phase modifier. ഇത്ര പോർഷൻ കവർ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പവർ സിസ്റ്റം എന്ന് പറയുന്ന പോർഷൻ കവർ ചെയ്യാൻ സാധിക്കും. സോ അതിന് കുറച്ചധികം ടൈം നമുക്ക് വേണം. ഒരു പോർഷൻ തന്നെ കവർ ചെയ്യാൻ നമുക്ക് മിനിമം 1 to 2 months വേണ്ടി വരും. നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 8 hour ഒരു 10 hour വീതം നമ്മളതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാൻ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ സിലബസ് നന്നായിട്ട് തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ നമുക്ക് കോച്ചിങ് ക്ലാസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് ഹെൽപ്പ് നേടാൻ നമുക്ക് പറ്റില്ല. ഈ ഒരു ലോക്ക്ഡൗൺ കാലം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിലബസ് യൂട്ടിലൈസ് ചെയ്ത് തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മളതിൻ്റെ പഠിത്തം തുടങ്ങി വെക്കുക. അപ്പം നമുക്കത് കുറച്ച് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് ആ ഒരു ഫീൽഡിലൂടെ നമുക്ക് എത്താൻ കഴിയും. ദെൻ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്, അതിനകത്ത് വരുന്ന ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ്, ബേസിക് കമ്പോണൻസ് ഇൻ മെഷർമെൻറ്റ് സിസ്റ്റം, ഇൻസ്ട്രുമെൻറ്റേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്, ആക്യുറസി, പ്രിസിഷൻ, ടോളറൻസ്, റേഞ്ച് ഓഫ് സ്പാൻ, bias, linearity, sensitivity, dead space, dead band, resolution, threshold, then dynamic characteristics, response time, sensor performance characteristics. Then error analysis, introduction, types of errors, gross errors, systematic errors, instrumental errors, environmental errors, observational errors, random errors, arithmetic mean and median, deviation from mean, average deviation, standard deviation, variance, limiting errors, relative limiting error, എറർ അനാലിസിസ്. ഇത്രയാണ് എറർ അനാലിസിസിനകത്ത് വരുന്നത്. ദെൻ AC ആൻഡ് DC ബ്രിഡ്ജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ബ്രിഡ്ജിൻ്റെയും ആ ഒരു നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂസ് വെച്ചിട്ടുള്ള ആ കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിരിക്കുക. ദെൻ ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് എന്തൊക്കെയാണ്? വീസ്റ്റോൺ ബ്രിഡ്ജ്, ബാലൻസ് കണ്ടീഷൻ, തെവനിൻ ഇക്വാലൻ്റ് ആൻഡ് ഗാൽവനോമീറ്റർ കറണ്ട്, AC ബ്രിഡ്ജസ്, ബ്രിഡ്ജ് ബാലൻസ് ഇക്വേഷൻ, മാക്സ്വെൽസ് ബ്രിഡ്ജ്, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, അഡ്വാൻറ്റേജ് ഓഫ് മാക്സ്വെൽ ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, ഷെയറിംഗ് ബ്രിഡ്ജ്. ഷെയറിംഗ് ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മനസ്സിലാക്കുക. ഞാനിതിൻ്റെ ഓരോ പോർഷൻസ് വെച്ചിട്ട് നിങ്ങൾക്കത് ആവശ്യമാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് വൈസ് നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ പവർ ഫാക്ടർ ആൻഡ് ലോസ് ആംഗിൾ, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്, വീൻ ബ്രിഡ്ജ്, അത്രയുണ്ട്. പിന്നെ CRO വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണെന്ന് അറിയാം. അതിൻ്റെ ഓരോ പാർട്സും, അതായത് ഇലക്ട്രോൺ ഗണ്ണ്, ദ ഡിഫ്ലക്ഷൻ സിസ്റ്റം, ലീനിയർ ഡിവൈസ്, മെഷർമെൻറ്റ് ഓഫ് ഫേസ് ആൻഡ് ഫ്രീക്വൻസി യൂസിങ് ലിസാജിയസ് പാറ്റേൺ. ലിസാജിയസ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദെൻ മെഷർമെൻറ്റ് ഓഫ് ഫേസ്, standard pattern observed for the measurement of phase using Lissajous pattern method, measurement of frequency using Lissajous pattern method, the spot wheel method for measurement of unknown frequency using the cathode ray oscilloscope, gear wheel method. ഇത്രയാണ് CROൻ്റെ പോർഷൻ്റെ കീഴിൽ വരുന്നത്. ദെൻ അനലോഗോമീറ്റർ, ടൈപ്സ് ഓഫ് അനലോഗോമീറ്റേഴ്സ്, എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, മൂവിംഗ് അയൺ അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റേഴ്സ്, അട്രാക്ഷൻ ടൈപ്പ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്,
instruments, repulsion type moving ion instruments, permanent magnet type instruments, the ohmmeter, the wattmeter, then Q-meter. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന മെഷർമെൻറ്റ് ഓഫ് പവർ ആണ്. അതിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഈ ഒരു എക്സാമിന് മാത്രമല്ല, നിങ്ങൾ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ടാവും. മെയ് 22 നമുക്കൊരു എക്സാം ഉണ്ടായിരുന്നു, ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന എക്സാമിന്. അതിനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് അത് ചെയ്യുന്ന ടൈമിൽ ഞാൻ റെഫർ ചെയ്യുന്ന ടൈമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ക്വസ്റ്റ്യൻസ്. അതായത് പ്രീവിയസ് ഇയർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത് നോക്കുന്ന ആ ടൈമിൽ തന്നെ മനസ്സിലാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് വളരെ ബേസിക്കാണ് മെഷർമെൻറ്റ് ഓഫ് പവർ എന്ന് പറയുന്ന ഒരു പോർഷൻസോ. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് പവർ എന്താണ്, അതുപോലെ തന്നെ പവർ ഇൻ DC സർക്യൂട്ട്, മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ AC സർക്യൂട്ട്, ദെൻ മെഷർമെൻറ്റ് ഓഫ് എനർജി എക്സ്പ്രഷൻ ഫോർ the driving torque of a single phase induction type energy meter, then expression for braking torque of a single phase ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. ഇത്രയും കാര്യങ്ങളും പഠിക്കുക. ദെൻ നെറ്റ്വർക്ക് തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെങ്കിലും നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ റെസിസ്റ്റൻസ്, ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത് എല്ലാ എക്സാംസിനും, നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും ഉണ്ടായിരുന്നു നമുക്ക് ഇക്വാലൻ്റ് സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നെറ്റ്വർക്ക് തിയറി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്ക് തന്നെയാണ്. അതിനകത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് എലമെൻറ്റ്സ്, active elements, voltage sources, current sources, then passive elements, resistor, inductor, capacitor, transformer, source transformation, series and parallel network, voltage and current division, Kirchhoff laws, solution of network using KVL and KCL, then capacitors and inductors, capacitors series and parallel capacitors, inductors series and parallel inductors. ഇത്രയും കേസ് നോക്കുക. ദെൻ നെറ്റ്വർക്ക് തിയറം, സൂപ്പർപൊസിഷൻ തിയറം, തെവെനിൻസ് തിയറം, നോർട്ടൺ തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, റെസിപ്രോസിറ്റി തിയറം, കോമ്പൻസേഷൻ തിയറം, മിലിമാൻസ് തിയറം, ടെലിഗൻസ് തിയറം, സബ്സ്റ്റിറ്റ്യൂഷൻ തിയറം, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിനകത്ത് വരുന്ന കേസും കൂടി നോക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ള അതിനോട് വ്യത്യാസങ്ങളുണ്ടല്ലോ, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കേസാണ് കൺട്രോൾ സിസ്റ്റം. അതൊന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് തന്നെ വരാറുണ്ട്. അതിൻ്റെ ഓരോ കേസും, അതായത് ഇൻട്രൊഡക്ഷൻ, ഓപ്പൺ ലൂപ്പ്, ക്ലോസ് ലൂപ്പ്, കൺട്രോൾ സിസ്റ്റത്തിനെ പറ്റിയും, ഓപ്പൺ ലൂപ്പ് സിസ്റ്റം, ക്ലോസ് ലൂപ്പ് സിസ്റ്റം, സെൻസിറ്റിവിറ്റി, ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ ബ്ലോക്ക് ഡയഗ്രാം, ഓൾജിബ്ര, അതായത് ബ്ലോക്ക് ഡയഗ്രാം, ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, സിമ്പിൾസ് യൂസ്ഡ് ഇൻ ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ, സിംഗിൾ ഫ്ലോ ഗ്രാഫ്, ടെർമിനോളജീസ്, പ്രോപ്പർട്ടീസ് ഓഫ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്സ്, സിഗ്നൽ ഫ്ലോ ഗ്രാഫാണ് കേട്ടോ, സോറി. ദെൻ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്സ് ഫോർ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം, മാസൻസ് ഗെയിൻ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റെബിലിറ്റി അനാലിസിസ്, കോൺസെപ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി, RH ക്രൈറ്റീരിയ, സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കേസ് 1, ജനറൽ കേസ് ഉണ്ട്, 0 ഇൻ ഫസ്റ്റ് കോളം, കംപ്ലീറ്റ് റോ 0, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ബിടെക്കിൽ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ദെൻ റിലേറ്റീവ് സ്റ്റെബിലിറ്റി, ഷിഫ്റ്റിംഗ് ഫ്രം റെഫറൻസ്, കണ്ടീഷണലി സ്റ്റെബിലിറ്റി, അപ്പോൾ അതൊക്കെ സ്റ്റെബിലിറ്റി അനാലിസിസിൽ വരുന്നതാണ്. ദെൻ ടൈം ഡൊമൈൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സിഗ്നൽസ്, ടൈപ്പ് ആൻഡ് ഓർഡർ ഓഫ് എ സിസ്റ്റം, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് അനാലിസിസ്, സ്റ്റഡി സ്റ്റേറ്റ് എറർ ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഇൻപുട്സ്, ടൈപ്പ് റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ കൺട്രോൾ സിസ്റ്റം, ടൈപ്പ് റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻ. അതൊക്കെ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് നമ്മളിത് കവർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ദെൻ നെക്സ്റ്റ് വരുന്ന ടൈം റെസ്പോൺസ് ഓഫ് സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റം നോക്കുക. ദെൻ റെസ്പോൺസ് വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്, അണ്ടർ ഡാംഡ് കേസ് വെൻ 0, ക്രിട്ടിക്കലി ഡാംഡ്, ദെൻ ഓവർ ഡാംഡ്. ഈ ഒരു കേസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ആൻഡ് ടൈം റെസ്പോൺസ്, ട്രാൻസിയൻറ്റ് റെസ്പോൺസ് സ്പെസിഫിക്കേഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ കൺട്രോൾ സിസ്റ്റം, ഡിലേ ടൈം, റൈസ് ടൈം, പീക്ക് ഓവർഷൂട്ട്, സെറ്റിലിംഗ് ടൈം, characteristics of underdamped system, root locus, angle and magnitude conditions, magnitude criteria, the procedure for plotting root locus, state space analysis, state space representation for electrical network, solution of state equation, Laplace transform method for solving state equation, properties of state transition matrix, eigenvalues and non-singular matrix and eigenvalues കണ്ടുപിടിക്കുന്നത്, ട്രാൻസ്ഫർ മെട്രിക്സ്, കൺട്രോളബിലിറ്റി, ഒബ്സർവബിലിറ്റി, ആ ഒരു ചെക്ക് ചെയ്യുന്ന കൺട്രോളബിലിറ്റി ഒബ്സർവബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദെൻ
frequency domain analysis, frequency response plot, frequency domain specifications, bandwidth, stability from frequency response plot, then stability criteria. ഇത്രയും കേസും അതിൽ കവർ ചെയ്യുക. ദെൻ കോമ്പൻസേറ്റർ ആൻഡ് കൺട്രോളേഴ്സ്. അതിനകത്ത് ലാഗ് കോമ്പൻസേറ്റർ എന്താണ്, ലീഡ് കോമ്പൻസേറ്റർ, ലാഗ് ലീഡ് കോമ്പൻസേറ്റർ, കൺട്രോളേഴ്സ്, പ്രൊപ്പോർഷണൽ കൺട്രോളർ, ഡെറിവേറ്റീവ് കൺട്രോളർ, ഇൻ്റഗ്രൽ കൺട്രോളർ, പ്രൊപ്പോർഷണൽ ഡെറിവേറ്റീവ് കൺട്രോളർ, പ്രൊപ്പോർഷണൽ ഇൻ്റഗ്രൽ കൺട്രോളർ, PID കൺട്രോളേഴ്സ്. ഇത്രയും കേസും ഓർത്തിരിക്കുക. ദെൻ നിക്വസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, നിക്വസ്റ്റ് പ്ലോട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്കതിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഞാൻ അതിൻ്റെ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ദെൻ കോൺസെപ്റ്റ് ഓഫ് എൻസർക്കിൾമെൻറ്റ് ആൻഡ് എൻക്ലോസ്മെൻറ്റ്, നിക്വസ്റ്റ് പ്ലോട്ട്, നിക്വസ്റ്റ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ, ദെൻ ബോർഡർ പ്ലോട്ട് ആൻഡ് പോളാർ പ്ലോട്ടിനെ പറ്റി, മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്, ഫേസ് പ്ലോട്ട്, പോളാർ പ്ലോട്ട്, ജനറൽ ഷേപ്പ് ഓഫ് പോളാർ പ്ലോട്ട്, സ്റ്റെബിലിറ്റി ഫ്രം പോളാർ പ്ലോട്ട്. ഈ ബോർഡർ പ്ലോട്ടും നിക്വസ്റ്റ് പ്ലോട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതിന്നൊരു 3 മാർക്ക് മറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നമ്പർ സിസ്റ്റം നിങ്ങൾക്കറിയാം. ഇത് ഞാനൊരു ഫാസ്റ്റായിട്ട് ഈ ഒരു സിലബസിന് പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത്രയും സിലബസ് പഠിക്കണോ എന്നുള്ള കാര്യം നമ്മൾ ആ ഒഫീഷ്യൽ സിലബസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് പറയാൻ കഴിയുള്ളൂ. ഞാൻ കുറച്ചൊന്ന് റെഫർ ചെയ്യുന്നുണ്ട്. അതൊന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് പറയുന്നുണ്ടല്ലേ, സോറി. ദെൻ ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി കോഡ്, ഡെസിമൽ കോഡ്, XS3 കോഡ്, ഗ്രേ കോഡ്. ദെൻ കോംപ്ലിമെൻറ്റ്, ഡേറ്റ റെപ്രസെൻറ്റേഷൻ, അൺസൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ, ബൈനറി അരിത്തമെറ്റിക്. ദെൻ ബൂളിയൻ ആൾജിബ്ര വരുന്നുണ്ട്. അതിനകത്ത് ലോജിക് ഓപ്പറേഷൻസ്, ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ, XOR ഗേറ്റ്, XNOR ഗേറ്റ്, നോർ ഗേറ്റ് ആൻഡ് ആൻഡ് ഗേറ്റ്. സാധാരണ നമ്മളൊരു സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു ഹെഡിങ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കീഴിൽ എന്തൊക്കെ പഠിക്കണമെന്നുള്ള ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങളത് സൂക്ഷിക്കുക. എന്നിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഓരോ പോർഷൻസ് കവർ ചെയ്യുന്ന ടൈമിൽ അത് മാർക്ക് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ഞാൻ ഇത്രയും സിലബസ് കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തെ നന്നായിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ ചെയ്യും. ദെൻ ബൂളിയൻ തിയറംസ്, ആൻഡ് ഓപ്പറേഷൻ, ഇൻവല്യൂഷൻ തിയറം, ഓപ്പറേഷൻ തിയറം, ട്രാൻസ്പോസിഷൻ തിയറം, കമ്മ്യൂട്ടേഷൻ, അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അബ്സോർഷൻ, ഡിമോർഗൻസ് തിയറം, ഡ്യുവാലിറ്റി തിയറം. ദെൻ ലോജിക് മിനിമൈസേഷൻ, ഇംപ്ലിക്കൻസ്, പ്രൈം ഇംപ്ലിക്കൻ്റ്, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ്. ദെൻ കോമ്പിനേഷൻ സർക്യൂട്ട്സിനകത്ത് ആർഡർ, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, സബ്സ്ട്രാക്ടേഴ്സിനകത്ത് ഹാഫ് സബ്സ്ട്രാക്ടർ, ഫുൾ സബ്സ്ട്രാക്ടർ, മൾട്ടിപ്ലക്സേഴ്സിനകത്ത് മൾട്ടിപ്ലക്സർ. ദെൻ മക്സാസ് യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്, ഡീമൾട്ടിപ്ലക്സറിൻ്റെ കേസിനകത്ത് എൻകോഡർ, അതുപോലെ തന്നെ ഡീകോഡേഴ്സ്, 2x4 ഡീകോഡറും 3x8 ഡീകോഡറും ഒക്കെ നോക്കുക. ദെൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, RS ലാച്ച്, SR ലാച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്സ്, T ഫ്ലിപ്പ് ഫ്ലോപ്സ്, രജിസ്റ്റേഴ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, അസിങ്ക്രണസ് കൗണ്ടർ, സിങ്ക്രണസ് കൗണ്ടേഴ്സ്, റിംഗ് കൗണ്ടേഴ്സ്, ജോൺസൺ കൗണ്ടർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. സീക്വൻഷ്യൽ സർക്യൂട്ട്സും കോമ്പിനേഷൻ സർക്യൂട്ട്സും തമ്മിലുള്ള ആ ഡിഫറൻസും ആ കമ്പാരിസണും ഒക്കെ എപ്പോഴും ഓർത്തിരിക്കണം. ലോജിക്കൽ ഫാമിലീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോജിക്കൽ ഫാമിലീസ്, ഫാൻ ഇൻ ആൻഡ് ഫാൻ ഔട്ട്, പവർ ഡിസിപ്പേഷൻ, പ്രൊപ്പഗേഷൻ ഡിലേ, നോയ്സ് മാർജിൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോയ്സ് മാർജിൻ്റെ കേസും. ദെൻ വരുന്നത് എമിറ്റർ ഫീഡ്ബാക്ക് ബയസ്, കളക്ടർ ഫീഡ്ബാക്ക് ബയസ്, വോൾട്ടേജ് ഡിവൈഡർ ബയസ്, ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് നെറ്റ്വർക്ക്, ബയസ് സ്റ്റെബിലൈസേഷൻ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ അതിനകത്തൊരു ചെറിയൊരു പോർഷൻ കൂടെ ഉണ്ടായിരുന്നു. ADC ആൻഡ് DAC, ഡാക്കും, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ആ ഒരു സ്ലൈഡ് ഇതിനകത്ത് മിസ്സായിട്ടുണ്ട്, സോറി. അപ്പോൾ ആ ഒരു പോർഷനും കൂടെ ആ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പോർഷൻ പറയുന്നത് നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ കേസാണ്. അനലോഗ് ഇലക്ട്രോണിക്സിനകത്ത് നമ്മുടെ ഡയോഡ്, ഐഡിയൽ ഡയോഡിനേക്കുള്ള കേസുകൾ നോക്കുക. ദെൻ സെനർ ഡയോഡ്, ഡയോഡ് ആപ്ലിക്കേഷൻസും, ഫുൾ വേവ്, അങ്ങനെയുള്ള കുറച്ച് ഡയോഡിൻ്റെ ആ ഒരു പോർഷൻ. പിന്നെ BJT, FET, അതിൻ്റെ ബയസിങ്ങും ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. എമിറ്റർ ഫീഡ്ബാക്ക് ബയസ്, കളക്ടർ ഫീഡ്ബാക്ക് ബയസ്, ദെൻ വോൾട്ടേജ് ഡിവൈഡർ ബയസ്, ട്രാൻസിസ്റ്റർ സ്വിച്ചിങ് നെറ്റ്വർക്ക്, ബയസ് സ്റ്റെബിലൈസേഷൻ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET, ദെൻ ഓപ്പറേഷൻ, VGS = 0 വോൾട്ടിലുള്ള കേസിലും VDS സം പോസിറ്റീവ് വാല്യൂ ആവുന്നുള്ള കേസിലും, ദെൻ മോസ്ഫെറ്റ്, N ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റുകളെ പറ്റി, P ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്, N
എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് ഓപ്പറേഷൻ ആ ഒരു കേസെല്ലാം ഓർത്തിരിക്കുക. ദെൻ FET ബൈസിങ്. ദെൻ സ്മോൾ സിഗ്നൽ അനാലിസിസിനകത്ത് H പാരാമീറ്റർ മോഡൽ, കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, ദെൻ ഹൈബ്രിഡ് പൈ മോഡൽ, T മോഡൽ, ആപ്ലിക്കേഷൻസ് ഓഫ് സ്മോൾ സിഗ്നൽ ഇക്വാലന്റ് സർക്യൂട്ട്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ ബേസ് ആംപ്ലിഫയർ, കോമൺ കളക്ടർ ആംപ്ലിഫയർ, ദെൻ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് BJT, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് FET, FET AC എക്വാലന്റ് സർക്യൂട്ട്, ഹൈ ഫ്രീക്വൻസി മോഡൽസ് ഓഫ് FET. ഇതിനകത്ത് മിസ്സായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ PDF ആ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫുൾ സിലബസ് തന്നെ ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. ദെൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ, ഓപ്പറേഷൻ ആൻഡ് പവർ ആംപ്ലിഫയേഴ്സ്. ദെൻ അതിനകത്ത് വരുന്നത് ഓപ്പാമ്പ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പാമ്പ്, ഡിഫറൻഷ്യൽ മോഡ് സിഗ്നൽ, കോമൺ മോഡ് സിഗ്നൽ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ, ദെൻ സമ്മിങ് ആംപ്ലിഫയറിനെ പറ്റി, ഇൻ്റഗ്രേറ്റഡ് ഡിഫറൻഷിയേറ്റർ, ഓപ്പാമ്പ് സ്പെഷ്യലൈസേഷൻസ്, ദെൻ ഓപ്പാമ്പ് സ്പെസിഫിക്കേഷൻസ്, സ്ലൂ റേറ്റ് എന്താണ്, ഓപ്പാമ്പ് ആപ്ലിക്കേഷൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ, ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ്. ഈ ഒരു കേസ് ഒക്കെ നിങ്ങൾ നോക്കുക. ദെൻ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്. അതിൻ്റെ കേസിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്താണ്, ഫീഡ്ബാക്ക് കണക്ഷൻ ടൈപ്പ്, ഇംപിഡൻസ് അനാലിസിസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് വിത്ത് ഫീഡ്ബാക്ക്, ദെൻ എഫക്റ്റ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഓസിലേറ്റേഴ്സ്, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, FET ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, കോൾപിറ്റ്, ഹാർട്ട്ലി ഓസിലേറ്റർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൈക്രോ പ്രോസസ്സർ എന്ന് അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ബേസിക് മാത്രം പഠിച്ചാൽ മതി. ഇതൊന്നും ഈ സിലബസ് ഫോളോ ചെയ്യണ്ട. ജസ്റ്റ് അതിൻ്റെ എന്താ നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിൻ്റെ അഡ്രസ്സിംഗ് മോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പിൻ കോൺഫിഗറേഷൻ ഒന്ന് മനസ്സിലാക്കി. 8085 ആണ് കേട്ടോ. 8085 കോൺഫിഗറേഷൻ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ഏതൊക്കെയാണ്, ആ മൂവ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ആ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റുകളും ഒരു ചെറിയൊരു പ്രോഗ്രാം എഴുതാനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് കവർ ചെയ്യാം. അതിന് ഒരുപാട് ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ വരുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റമാണ്. അതിനകത്ത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനകത്ത് തന്നെ സിഗ്നൽസ് എന്താണ്, അതിൻ്റെ കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, കോമൺ സിഗ്നൽസ്, അതർ സിഗ്നൽ യൂസ്ഡ് ഫോർ സിഗ്നൽ അനാലിസിസ്, എക്സ്പോണൻഷ്യൽ സീക്വൻസ്, കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ്, ഇങ്ങനെ വരുന്ന ഇത്രയും പോർഷൻസും, അതുപോലെ വർക്കൗട്ട് പ്രോബ്ലംസും, പീരിയോഡിക് ആൻഡ് പീരിയോഡിക് സിഗ്നൽസ്, ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഗേറ്റ് ലെവലിൽ തന്നെ നമ്മൾ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഗേറ്റിൻ്റെ സിലബസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നൊരു എക്സാം തന്നെയാണ്. ദെൻ വരുന്നത് സിസ്റ്റംസ്, അതിൻ്റെ സ്റ്റാറ്റിക് ഡൈനാമിക് സിസ്റ്റം എന്താണ്, എക്സാമ്പിൾസ് ആൻഡ് പ്രോബ്ലംസ്, കാഷ്വൽ ആൻഡ് നോൺ കാഷ്വൽ സിസ്റ്റം, എക്സാമ്പിൾ പ്രോബ്ലംസ്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ സിസ്റ്റം, ടൈം വേരിയൻ്റ് ആൻഡ് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, LTI സിസ്റ്റം, സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ സിസ്റ്റം, ഇൻവേർട്ടബിൾ ആൻഡ് നോൺ ഇൻവേർട്ടബിൾ സിസ്റ്റം, കൺവല്യൂഷൻ ഇൻ്റഗ്രൽ, റെപ്രസെൻറ്റേഷൻ ഓഫ് x of t in terms of impulse, പ്രോപ്പർട്ടീസ് ഓഫ് കൺവല്യൂഷൻ ഇൻ്റഗ്രൽ, കൺവല്യൂഷൻ ഓഫ് ഇൻ്റഗ്രൽ ഓപ്പറേഷൻ, കൺവല്യൂഷൻ സം, അങ്ങനെയുള്ള കേസ്, ഇസെഡ് ട്രാൻസ്ഫോം. ഇത് നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ്. ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇത്രയും കേസും. ഇതിൻ്റെ ഫോറിയർ ഇൻവേഴ്സ്, ലാപ്ലേസ് ട്രാൻസ്ഫോം, ബയലാറ്ററൽ ഇൻഫോർമേഷൻ, ആ ഒരു കേസും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ദെൻ വരുന്നത് ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ, കാസ്കേഡ് ഫോം, ദെൻ ഫോറിയർ സീരീസ്, ഫോറിയർ ട്രാൻസ്ഫോം, സാമ്പിളിംഗ് ആൻഡ് അലൈസിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഫിൽറ്റേഴ്സ്, ഓരോ ഫിൽറ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ, ആ ഒരു നമുക്കറിയാമല്ലോ, ചെബിഷേവ് ഫിൽറ്റേഴ്സ്, ആ ഫിൽറ്റേഴ്സിൻ്റെ കേസും ഈ ഒരു സിലബസ് നിങ്ങൾ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതോടുകൂടി ഈ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ്, ഒഫീഷ്യൽ സിലബസ് അല്ല, നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്നുള്ള രീതിയിൽ ഞാനിത് ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ ഇതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞു, ഇതിന് പ്രോബ്ലമാറ്റിക് പോർഷൻസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പ്രോബ്ലമാറ്റിക് പോർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് GKPയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, SSC JEയുടെ തന്നെ, റിക്രൂട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ, അതായത് സോൾവ്ഡ് പേപ്പേഴ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ടെക്സ്റ്റാണ്. ഇത് ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങിക്കുക. GKP പബ്ലിക്കേഷൻ്റെ SSC JEയുടെ ടെക്സ്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസും കൊടുത്തിട്ടുണ്ട്. സാധാരണ ഉള്ള ടെക്സ്റ്റുകളിൽ അതിൻ്റെ സൊല്യൂഷൻസ് കൊടുക്കാറില്ല, അതിനകത്ത് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ റെഫർ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ അത് നോക്കുക. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു.